ദേശീയപാത വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ദേശീയപാത സംരക്ഷണ സമിതി. സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ദേശീയപാത 85 സംബന്ധിച്ച് കേസെടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയപാത അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നേരിമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണ് ഉണ്ടായത്. ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യഥാർത്ഥ വസ്തുക്കൾ മറച്ചുവെച്ചുകൊണ്ട് സർക്കാർ ഇപ്പോഴും PWDയുടെയും അതുപോലെ റവന്യൂവിന്റെയും കയ്യിലുള്ള യഥാർത്ഥ രേഖകൾ മറച്ചുവെച്ചുകൊണ്ട് ഇപ്പോഴും സർക്കാർ ഒളിച്ചുകളി നടത്തുന്നു, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ റോഡ് നിർമ്മാണം നടപ്പാക്കുന്ന കാര്യത്തിൽ, അത് തുടരുന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരുവിധ താല്പര്യവുമില്ല. ഇത് കടുത്ത ജനവഞ്ചനയാണ് എന്ന് മനസ്സിലാക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശരിയായ സത്യവാങ്മൂലം നൽകി റോഡ് നിർമ്മാണം തുടരാൻ നടപടിയുണ്ടാകാത്ത പക്ഷം സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും MLA-മാരെയും മന്ത്രിമാരെയും ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരങ്ങൾ ആവിഷ്കരിക്കുമെന്നും ഭാരവാഹികളായ PM ബേബി, റസാഖ് ചൂരവേലി, KK രാജൻ, അഡ്വക്കേറ്റ് ആൽഫിൻ ജോയ്, സന്തോഷ് മാധവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.